സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനൊന്ന് ഫ്രീ ഫയറും കാര്യങ്ങളൊന്നും അൺഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അത് ഡിമോട്ടൊക്കും എല്ലാം ഞാനിപ്പോൾ റെഡി ആക്കിയിട്ടില്ല. സോ ഞാൻ എന്താ സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളും മറന്നിട്ടുണ്ടായിരുന്നു. സോ പക്ഷേ ഞാൻ വേറെ സെൻസിറ്റിവിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ആ ഒരു സെൻസിറ്റിവിറ്റിയിൽ കളിച്ച ഗെയിം പ്ലേ ആണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഗെയിം പ്ലേ. ആൻഡ് എൻ്റെ സെൻസിറ്റിവിറ്റി കൂടെ ഗൈസ്, ഞാൻ നേരത്തെ കളിച്ചുകൊണ്ടിരുന്ന സെൻസിറ്റിവിറ്റി സെറ്റാന്ന് പറയാൻ. ഓക്കെ, വേണമെങ്കിൽ ഇത് ഞാൻ 5 ഹെഡ് ഷോട്ടാണ് എടുത്തിട്ടുള്ളത്. സോ അതായത് 5 കളിയിലും 5 ഹെഡ് ഷോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു സെൻസിറ്റിവിറ്റിയിൽ എൻ്റെ കളിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കളിക്കുമായിരുന്നു. ഞാൻ ഡെസേർട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്തു, നേരെ വന്നു. അവൻ്റെ തലയ്ക്ക് ഒരു ടൈമിങ്ങിൻ്റെ വ്യത്യാസം കാരണം അവൻ എന്നെ അടിച്ചിട്ട് കേസ്. ഓക്കെ, സോ ഒരു ഓൾഡ് പ്ലെയറും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഞാനാണെങ്കിൽ ഡെസേർട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുന്നു കേസ്. സോ ഞാൻ നേരെ വന്നു, അടിച്ചു. സോ 1 ടാപ്പായിരുന്നു. ആൻഡ് ഞാനും ജസ്റ്റ് ഒന്ന് ബ്ലൂ വാളൊക്കെ ഇട്ട് ഒന്ന് ഷൈൻ ചെയ്തു. പക്ഷെ അവനാണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ കണ്ടുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു കുട്ടിയായി മാറി. അവൻ്റെ അടുത്ത് കുറച്ച് അഗ്രഷനൊന്നും കാണിക്കാതെ ഞാൻ കാമായിട്ട് കളിക്കാമെന്ന് കാര്യങ്ങളൊക്കെ വിചാരിച്ചു. ആൻഡ് അവനെടുത്തത് 2 MA2B ആയിരുന്നു കേസ്. ഓക്കെ, ആൻഡ് MA2Bയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാനാണെങ്കിൽ മുകളിലേക്ക് കയറി ചെന്നു. ഫസ്റ്റ് ഷോട്ട് ഫെയിലായിപ്പോയി. പിന്നെ ഞാൻ ഈ സൈഡിൽ വന്ന് കവറെടുത്ത് കവറിൽ നിന്ന് മെഡും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേസ്. ഓക്കെ, അപ്പോൾ അവനാണെങ്കിൽ നല്ല രീതിയിൽ വെടിവെക്കുകയാണ്. അപ്പോഴേക്കും ഞാനാണെങ്കിൽ കുറച്ച് ഡാമേജ് കാര്യങ്ങൾ കൊടുത്തു, പക്ഷെ കയറിയില്ല. ഞാൻ പിന്നെ വെടിവെച്ചു, അതും കയറിയില്ല. ഞാൻ അടുത്ത ഒന്നും കൂടെ കൊടുത്തു, പക്ഷെ എനിക്ക് ഡാമേജ് കിട്ടി. ഞാനാണെങ്കിൽ പതുക്കൊരു വെടിവെക്കാൻ നോക്കി, പക്ഷെ ഞാൻ അറിയാണ്ടൊരു മിസ്റ്റേക്ക് കാണിച്ചുകൊണ്ട് ചത്തുപോയി കേസ്. അവൻ എന്നെ പിന്നെയും കൊന്നു. പിന്നെ ഗ്ലൂവാളൊക്കെ ഇട്ടു ചെക്കൻ ശരിയാണ്. അപ്പം ഞാനാണെങ്കിൽ അവൻ നല്ല രീതിയിൽ നിന്നുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ നിൽക്കാമെന്നൊക്കെ വിചാരിച്ചു. സോ അങ്ങനെ ഒരു കളിയൊക്കെ എടുത്തിട്ട് അങ്ങനെ നിൽക്കണേ. ഓക്കെ, സോ MA2B ഇങ്ങനെ എടുത്തു. ഞാൻ ഫസ്റ്റ് തന്നെ വന്നു, പക്ഷെ അതവന് മേത്ത് കൊണ്ടില്ല. ആൻഡ് അവൻ എന്നെ ഈസി ഇട്ട് എടുത്തു കേസ്. എന്നെ കിൽ ചെയ്തു. സോ ഇതിൽ എനിക്ക് പക്ഷെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കേസ്, കാരണം അവൻ നമ്മുടെ ഫ്രണ്ട് പോലെയാണ് കളിക്കുന്നത്. സോ നമ്മളിത് കാമായിട്ടാണ് ഞങ്ങൾ 2 പേരും കളിക്കുന്നത്. സോ ഞാൻ വുഡ്പക്കറും കാര്യങ്ങളും എടുത്തു. അങ്ങനെ വുഡ്പക്കറൊക്കെ എടുത്ത് ഞാൻ നല്ല കാമായിട്ട് കളിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ആ ടൈമിന് എനിക്കാണെങ്കിൽ അറിയില്ല കേസ് ഈ ഹെഡ് ഷോട്ടിന് മര്യാദ കയറുമെന്ന്. കാരണം ഞാൻ ഇത്രയും നാളും കളിച്ച സെൻസിറ്റിവിറ്റി കൂടെ അല്ല. ഞാൻ നേരെ ഡ്രാഗ് കൊടുത്തു അവൻ്റെ തലക്കിട്ട് കയറി. പക്ഷെ ഞാനാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇരുന്ന് കാണിച്ചു. പക്ഷെ അവനും നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നിൽക്കായിരുന്നു കേസ്. സോ അങ്ങനെ സെക്കൻഡ് കളിയും കാര്യങ്ങളല്ല, സിക്സ് അങ്ങനെ അടുത്ത കളിയും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ നേരെ ഡ്രാഗ് ചെയ്തു. പക്ഷേ ഫസ്റ്റത്തെ ബോഡി ഷോട്ടായിരുന്നെങ്കിൽ സെക്കൻഡ് കയറുന്നത് ഹെഡ് ഷോട്ടായിരുന്നു. പക്ഷെ അവനത് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നില്ല മീസ്. ആൻഡ് ഈ ഒരു കളിയാകുമ്പോൾ മിനിയൂസിയും കാര്യങ്ങളാണെത്തില്ല. മിനിയൂസി 1 ടാപ്പ് അടിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തോറ്റിട്ടുണ്ട് സുഹൃത്തുക്കളെ. അല്ല, ഫസ്റ്റ് കളി എടുത്തിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കുക. സോ മിനിയൂസിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാനാണെങ്കിൽ അവനെ ഹെഡ് ഷോട്ട് കയറ്റണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. ആൻഡ് ഇവനെ ഞാൻ നേരെ അടിച്ചിട്ടു. പക്ഷേ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് അവൻ എൻ്റെ അടുത്ത് ഇരുന്ന് കാണിക്കുമായിരുന്നു. എന്തായാലും അടുത്ത കളിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് കഴിഞ്ഞ കളി ഹെഡ് ഷോട്ടായിരുന്നു. ഈ ഒരു കളി ഹെഡ് ഷോട്ട് കയറിയ പൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുവാണ്. അവൻ നേരെ വന്ന് എന്നെ കൂത്തിപ്പിടിച്ച് നല്ല രീതിയിൽ ഡാം വന്നു. ഞാൻ പിന്നെ സൈഡിൽ നിന്ന് വിളിച്ചപ്പോഴേക്കും ഞാൻ ഓൾറെഡി 50. പിന്നെ അവനെ ഫോളോ ചെയ്ത് അടിച്ച് കൊല്ലാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് കാം ഗെയിം പ്ലേ ജസ്റ്റ് ഒന്ന് ഹാർഡായി വന്നത്. ഞാൻ നോക്കുമ്പോൾ നിൽക്കുന്നു എന്നെ അടിച്ചു ഒരുത്തൻ. പക്ഷെ ഞാനും അപ്പോഴും മനസ്സിലായില്ല. ഞാൻ നല്ല രീതിയിൽ തന്നെ ഇടപഴകി ഗൈസ്. അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ഗൈസ്. സോ ഗൈസ് അങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ആൻഡ് ഈ ഒരു കളിയും കൂടെ എങ്ങനെയെങ്കിലും ഹെഡ് ഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുകയാണ്. ആൻഡ് ഞാൻ ഇങ്ങനെ വന്ന ടൈമിൽ നിൽക്കുന്ന ഒരുത്തൻ നേരെ ഡ്രാഗ് കൊടുത്തു. അവൻ്റെ തലക്കിട്ട് തന്നെ കയറിയിട്ടുണ്ട്. സോ നമ്മുടെ വീഡിയോ നമ്മൾ മൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ.